إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن عدة الشهور عند الله 12 شهرا في كتاب الله يوم خلق السماوات والأرض منها 4 حرم ذلك الدين القيم فلا تظلموا فيهن أنفسكم وقاتلوا المشركين كافة كما يقاتلونكم كافة واعلموا أن الله مع المتقين اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസി വിശ്വാസിനികളെ, പരമകാരുണ്യകനായ പടച്ച റബ്ബിന്റെ പരിശുദ്ധ ദീനീ വിധിവിലക്കുകളെ ജീവിതത്തിന്റെ എല്ലാ സമയ സന്ദർഭങ്ങളിലും പാലിച്ച് മരിക്കുന്നത് വരെ സൽക്കർമ്മനിരതമായ ജീവിതം നിലനിർത്തുന്ന, ലഭിച്ച സന്മാർഗത്തോട് ഇസ്ലാമീയത്തിലൂടെ നീതി പുലർത്തുന്ന മുവഹിദുകളും മുഖ്ലിസീങ്ങളും മുത്തഖീങ്ങളുമാകുന്ന മുസ്ലിമീങ്ങളിൽ ഉൾപ്പെടണമേ എന്ന് എന്നെയും നിങ്ങളെയും ആമുഖമായി ഉണർത്തുകയാണ്, തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിന്റെ റിള നേടിയെടുക്കുന്ന സർവ വിഷയങ്ങളിലും മാത്സര്യ ബുദ്ധിയോടെ മുന്നോട്ട് നീങ്ങുവാനുള്ള സന്മാർഗം അള്ളാഹു നമുക്ക് ഏവർക്കും നിലനിർത്തി തരുമാറാകട്ടെ. കഴിഞ്ഞ ഖുതുബയിൽ 1447 പ്രവേശിച്ച ഹിജറ വർഷത്തിലെ ഒരു പുതുവർഷ ആലോചനയും അതിൻ്റെ ചരിത്ര പശ്ചാത്തലവും പലായനവുമായി ബന്ധപ്പെട്ട തൗഹീദിന്റെയും തവക്കുലിന്റെയും തസ്കിയത്തിന്റെയും തദ്ഹിയത്തിന്റെയും പാഠങ്ങളെ സംബന്ധിച്ചാണ് സംക്ഷിപ്തമായി നമ്മൾ സംസാരിച്ചത്. ഹിജറ വർഷം 12 മാസങ്ങളാണ്. വിശുദ്ധ ഖുർആനിലെ 9-ാം അധ്യായം സൂറത്തു തൗബയിലെ 36-ാം സൂക്തം, ഇന്ന ഇദ്ദത്തശ് ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റാ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കണക്കിൽ മാസങ്ങൾ 12 ഫീ കിതാബില്ലാ, അത് പടച്ച റബ്ബിന്റെ ഗ്രന്ഥത്തിൽ പെട്ടതാണ്. യൗമ ഖലഖസ് സമാവാതി വൽ അർള, ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ച അന്ന് മുതൽ, മിൻഹാ, ആ 12 മാസങ്ങളിൽ 4 ഹുറും, 4 പവിത്ര മാസങ്ങളുണ്ട്.
ദാലിക ദീനുൽ ഖയ്യിം, ഇതാണ് മൂല്യമുള്ള നേരെ ചൊവ്വായ മതം എന്ന് പറയുന്നത്. ഓരോന്നിനെയും പടച്ച റബ്ബ് നിശ്ചയിച്ച നിർണയിച്ച പ്രകാരം അതിന്റെ പവിത്രതയും ഹുറുമത്തും അളുമത്തും മനസ്സിലാക്കുകയും അതാത് മാസങ്ങളിലും പ്രത്യേകമായ ദിനങ്ങളിലും ഇസ്ലാമികമായി നിർവഹിക്കാനുള്ള കാര്യങ്ങളിലെല്ലാം നിഷ്കർഷ പുലർത്തുകയും ശ്രദ്ധ കാണിക്കുകയും ചെയ്യണം. ഫലാ തളിമു ഫീഹിന്ന അൻഫുസകും, 8 മാസങ്ങളിലും നിങ്ങൾ അധർമ്മങ്ങൾ അന്യായങ്ങൾ ചെയ്യാൻ പാടില്ല. പക്ഷേ ഫലാ തുളിമു ഫീഹിന്ന, ഈ 12 മാസങ്ങളിൽ നിന്ന് പ്രത്യേകമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയിട്ടുള്ള 4 മാസങ്ങളുണ്ട്. അതിനെ നിങ്ങൾ നന്നായി കരുതണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പറയാണ്. അതിൽ അന്യായങ്ങളും അക്രമങ്ങളും ഒന്നും കാണിക്കരുത് എന്ന് നേരിട്ടുള്ള സൂചനയാണ്. വിശുദ്ധ ഖുർആനിലെ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 2-ാം സൂക്തത്തിലും യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ലാ തുഹില്ലു ശആയിറല്ലാഹ്, അല്ലാഹുവിന്റെ മതചിഹ്നങ്ങളെ നിങ്ങൾ അനാദരിക്കരുത്. വലശ്ശഹ്റൽ ഹറാം, പവിത്ര മാസത്തെയും അതിനോട് നിങ്ങൾ അനാദരവ് കാണിക്കാൻ പാടില്ല. അപ്പൊ 4 പവിത്ര മാസങ്ങൾ ഏതൊക്കെയാണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ മിൻഹാ അർബഅത്തുൻ ഹുറും എന്നതിനെ വിശദീകരിക്കുകയാണ്. സലാസത്തുൻ മുതവാലിയാത്തുൻ, 3 മാസങ്ങൾ തുടർച്ചയായി വരുന്നതാണ്. ദുൽഖഅദ വദുൽഹിജ്ജ വൽ മുഹറം വറജബ്, അതിനിടക്കായിട്ട് അഥവാ തുടർന്നല്ലാതെ വരുന്നതുമാണ്. അപ്പൊ 3 മാസങ്ങൾ തുടർച്ചയായി വരുന്നത്. അത് ദുൽഖഅദ കഴിഞ്ഞു, ദുൽഹിജ്ജ കഴിഞ്ഞു. അതേപോലെ ഇനി നമ്മൾ പുതിയ ഒരു ഹിജറ വർഷത്തിലെ ആദ്യത്തെ മാസം മുഹറമിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ മുഹറമിലാണ്, അഥവാ നമ്മൾ പവിത്ര മാസത്തിലാണ്. ഇസ്ലാമിക് കലണ്ടർ അനുസരിച്ച് ഒരു മുസ്ലിമിന്റെ പുതുവർഷത്തിന്റെ ആദ്യ മാസം തന്നെ പവിത്ര മാസമാണ്. ഒരു വർഷത്തോട് വിട പറയുന്ന മാസവും പവിത്ര മാസമാണ്. അഥവാ ദുൽഹജ്ജ് മാസം 12-ാമത്തെ മാസം, അത് പവിത്രമാണ്. ആദ്യത്തെ പുതുവർഷത്തിലെ ആദ്യ മാസം മുഹറം, അത് പവിത്ര മാസമാണ്. അപ്പൊ ആ പവിത്ര മാസങ്ങൾ പരസ്പരം ചേർത്ത് ആഡ് ചെയ്തുകൊണ്ട് ഒരു വർഷത്തോട് വിട പറയുമ്പോൾ ചിന്തിക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു വർഷത്തോട് വിട ചോദിക്കുമ്പോൾ വിശുദ്ധമായി തീരേണ്ടത്, പുതിയ ഒരു വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്തും അങ്ങേയറ്റത്തെ പരിശുദ്ധിയോടെ പവിത്രതയോടെ പ്രവേശിക്കാൻ പാകത്തിലുള്ള അനുഗ്രഹം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ കടന്നിട്ടുള്ള ജീവിച്ചുകൊണ്ടിരിക്കുന്ന 4 പവിത്ര മാസങ്ങളിൽ ഒന്നായ ഹിജറ വർഷത്തിലെ പ്രഥമ മാസമായ മുഹറം മാസത്തെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ചത് മറ്റൊരു ഹദീസിൽ അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷഹ്റുല്ലാഹിൽ മുഹറം, അല്ലാഹുവിന്റെ മാസമായ മുഹറം എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാസമാണ് മുഹറം എന്ന് പ്രത്യേകം വന്നിരിക്കുകയാണ്. എന്നിട്ട് അതിന്റെ കൂടെ നോമ്പിനെയും ആഡ് ചെയ്ത് പറയാണ്, അഫ്ളലുസ് സിയാമി ബഅദ റമളാൻ, വിശുദ്ധ റമളാനിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പെന്ന് പറയുന്നത് ഷഹ്റുല്ലാഹിൽ മുഹറം, മുഹറം മാസത്തിലെ നോമ്പാകുന്നു. വഅഫ്ളലുസ് സ്വലാത്തി ബഅദൽ ഫരീള, നിർബന്ധ നമസ്കാരത്തിന് ശേഷം വരുന്ന പ്രധാനപ്പെട്ട ശ്രേഷ്ഠമായ ഫളലായ നമസ്കാരം സ്വലാത്തുൽ ലൈൽ, രാത്രി നമസ്കാരമാണ് എന്ന് കഴിഞ്ഞ ആഴ്ചയിലെ ഖുത്ബയിൽ മദീനയിലെത്തിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീന നിവാസികളോട് മൊത്തം നൽകിയ 4 സാരോപദേശങ്ങളിൽ ഒന്നായിരുന്നു. ആദ്യത്തെ ഉപദേശങ്ങളിൽ ഒന്നാണ് വസല്ലു, നിങ്ങൾ നമസ്കരിക്കണം, വന്നാസു നിയാം, ജനങ്ങൾ ഉറങ്ങുന്നവരായിരിക്കെ എന്ന്, അഥവാ രാത്രി നമസ്കാരം. ആ നമസ്കാരത്തെ കുറിച്ചാണ് ഈ ഹദീസിലും പറഞ്ഞ നിർബന്ധ നമസ്കാരത്തിന് ശേഷം ശ്രേഷ്ഠമായ നമസ്കാരമെന്ന്. റമളാനിലെ നോമ്പിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠതയുള്ള നോമ്പ് ഷഹ്റുല്ലാഹിൽ മുഹറമാണ് എന്ന്. എന്താണ് ഈ മുഹറം മാസത്തില് നോമ്പനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പ്രതിഫലം? അൻ നബി ഖതാദ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സിയാമു യൗമി ആശൂറാ ഇന്നി അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ അസ്സന അല്ലതി ഖബ്ലഹ്. മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ സിയാമു യൗമി ആശൂറാ, മുഹറം 10, അതാണ് യൗമു ആശൂറ എന്ന് പറഞ്ഞാൽ. താസുഅ എന്ന് പറഞ്ഞാൽ മുഹറം 9, തിസ്അ എന്നതിൽ നിന്ന് താസുഅവും അശറ എന്നതിൽ നിന്നും ആശൂറാവും. വസിയാമു യൗമി ആശൂറ, മുഹറം 10-ലെ ആശൂറ നോമ്പ്, ഇന്നി അഹ്തസിബ്, ഞാൻ വിചാരിക്കുകയാണ്,
അഥവാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ അറിയിക്കുകയാണ്, അലല്ലാഹ്, അള്ളാഹു നമുക്ക് നൽകുമെന്ന്, അൻ യുകഫിറ അസ്സനതല്ലതി ഖബ്ലഹ്, കഴിഞ്ഞ ഒരു വർഷത്തെ 1446 ഹിജറ വർഷത്തിലെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിലെ പാപക്കറകളൊക്കെ നീക്കി പുതിയൊരു വർഷത്തിലേക്ക് പ്രതീക്ഷയോടെ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഓഫറാണ്. വിശുദ്ധിയുടെ, വിമലീകരണത്തിന്റെ, തസ്കിയത്തിന്റെ ഓഫറാണ്. പുതിയൊരു വർഷത്തിലേക്ക് കടക്കുകയാണ്. അത് നല്ല ഒരു പ്രവേശികയായി തീരട്ടെ, തസ്കിയത്തുള്ളൊരു പ്രവേശനമായി തീരണം, പാപങ്ങൾ നീക്കം ചെയ്യപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നു എങ്കിൽ മുഹറം 10 നോമ്പ് അനുഷ്ഠിക്കുക. അഥവാ ആഷൂറ നോമ്പെങ്കിലും. താസുആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഷ്ഠിച്ചില്ല, പക്ഷേ വാക്കുകൊണ്ട് പറഞ്ഞു. പ്രവാചകൻ പറഞ്ഞാൽ തന്നെ സുന്നത്തായി. അസ്സുന്നത്തു മാ വറദ മിനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഖൗലിഹി വഫിഅലിഹി വതഖരീരിഹി. പ്രവാചകന്റെ ചര്യ എന്ന് പറയുന്നത് പ്രവാചകൻ കാണിച്ചു തന്നത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, പ്രവാചകൻ മൗനമായി അംഗീകരിച്ചത്, ഇതാണ് സുന്നത്ത് എന്ന് പറഞ്ഞാൽ. അതിൽ താസുആ മുഹറം 9 നോമ്പിനെ കുറിച്ച് ഇൻഷാ അല്ലാഹ് സുംനാ യൗമ താസിഅ, അടുത്ത വർഷം ജീവിച്ചിരിക്കുകയാണെങ്കിൽ നോൽക്കുമെന്നാണ്. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. പക്ഷേ പ്രവാചകന്റെ ഖൗല്, മൊഴിയുണ്ട്. അതുകൊണ്ട് മുഹറം 9 നോമ്പ് അനുഷ്ഠിക്കാവുന്നതാണ്. മുഹറം 9, 10 കൺഫ്യൂഷൻ ഉണ്ട്. ഏത് ദിവസമാണ് അനുഷ്ഠിക്കേണ്ടത്? അനുഷ്ഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വരെ അങ്കലാപ്പിലാകുന്ന രൂപത്തിലുള്ള പല ചർച്ചകളും നടക്കുന്നുണ്ട്. പക്ഷേ സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം നെയ്യത്ത് ശരിപ്പെടുത്തി ഈ പ്രതിഫലം ആഗ്രഹിച്ച് കഴിഞ്ഞ വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടണം എന്ന അങ്ങേയറ്റത്തെ അഭിലാഷത്തോടുകൂടി അത് ദിവസം ചേഞ്ചായി കഴിഞ്ഞാലും അത് സാധാരണക്കാരെ ബാധിക്കൂല. കാരണം അതിലൊന്നും സാധാരണക്കാർക്ക് യാതൊരു പങ്കുമില്ല. പടച്ച റബ്ബിന് നമ്മുടെ ഹൃദയം അറിയാം, നമ്മുടെ മനസ്സറിയാം, നോൽക്കാനുള്ള താല്പര്യം അറിയാം, അതിന്റെ നിയ്യത്തും ഫദ്ലും അറിയാം. അത് ലഭിക്കണമെന്ന ചിന്തയോട് കൂടിയിട്ടാണ് എങ്കിൽ തീർച്ചയായിട്ടും അനുഷ്ഠിക്കണം. പിന്നെ ഭേദപ്പെട്ടത് ഏതാണ് എന്നാണ് നോക്കുക. അപ്പൊ അതില് കണക്കൊരിക്കലും തെറ്റൂല. അല്ലേ? കണക്കൊരിക്കലും തെറ്റൂല. സൂര്യനും ചന്ദ്രനും പടച്ച റബ്ബിന്റെ കണക്കനുസരിച്ച, അശംസു വൽ ഖമറു ബിഹുസ്ബാൻ, സൂര്യനും ചന്ദ്രനും കണക്കനുസരിച്ച. ആ കണക്ക് തെറ്റൽ അന്ത്യനാളിന്റെ അടയാളമാണ് എന്നാണ്. അപ്പൊ കണ്ടുകൊണ്ട് ശവ്വാൽ, അതേപോലെ റമളാൻ, ദുൽഹജ്ജ ഒക്കെ കണ്ടുകൊണ്ട് നമ്മൾ അതാത് കർമ്മങ്ങൾ തുടങ്ങാറുണ്ട്, അനുഷ്ഠിക്കാറുണ്ട് എങ്കിൽ ഇനി ഏതെങ്കിലും ഒരു മാസത്തിൽ ഇതേപോലെ സംശയങ്ങൾ വരികയാണ് എങ്കിൽ ആ മാസങ്ങളിലോ അതല്ലാത്ത മാസങ്ങളിലോ നിർവഹിക്കപ്പെടുന്ന അനുഷ്ഠാന മുറക്ക്, വിശിഷ്യ നോമ്പിനൊക്കെ ആരെങ്കിലും കണക്കിനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ മതത്തിൽ നിന്ന് പുറത്തു പോകുന്ന സംഗതിയൊന്നുമല്ലാതെ. കാരണം ടെക്നോളജി ഉപയോഗപ്പെടുത്താം. കാണുക എന്നാ പറഞ്ഞാൽ ആ കാണുന്ന വിധം കാലത്തിനനുസരിച്ച് മാറിക്കഴിഞ്ഞാലും വലിയ പ്രയാസമൊന്നുമില്ല. ഇപ്പൊ ഹജ്ജിന്റെ ചടങ്ങ്, ഖുദു അന്നി മനാസിക്കക്കും, ഞാൻ നിർവഹിച്ച അതേ രൂപത്തിൽ നിങ്ങൾ ഹജ്ജ് നിർവഹിക്കണം എന്നാണ്. ഇന്ന് അറഫ അങ്ങനെയാണോ? മുസ്ദലിഫ് അങ്ങനെയാണോ? അവിടേക്ക് പോകുന്ന വഴികൾ അങ്ങനെയാണോ? ഉപയോഗപ്പെടുത്തുന്ന സംവിധാനങ്ങൾ അങ്ങനെയാണോ? അല്ല. നമസ്കാരം നിഴല് നോക്കിക്കൊണ്ടായിരുന്നു എന്ന അതേ അവസരത്തിൽ ഇന്ന് നിഴല് നോക്കിക്കൊണ്ടാണോ? അല്ല. ക്രോഡീകരിക്കപ്പെട്ട കലണ്ടറിലെ ടൈമിംഗ് നോക്കിയാണ് മുസ്ലിം സംഘടനകൾക്ക് കീഴിലുള്ള മുഴുവൻ മസ്ജിദുകളിലും നമസ്കാരം നിർവഹിക്കപ്പെടുന്നത് എന്ന് വെച്ച് നോക്കുന്നവരെ പഴിക്കേണ്ടതുമില്ല. അല്ലേ? ഓരോന്നിനും അതിൻ്റെതായ പ്രമാണവും യുക്തിയും ബുദ്ധിയും ശാസ്ത്രീയതയും ഉപയോഗപ്പെടുത്താനുള്ള അനുവാദം ഇസ്ലാം നൽകിയിട്ടുണ്ട്. ഇജ്തിഹാദിയായ വിഷയം എന്ന നിലക്ക് കണക്കാക്കുന്ന ഒരു വിശാലതയിലേക്ക് ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ തീർച്ചയായും ആ വിഷയത്തെ കൈകാര്യം ചെയ്യപ്പെടണം. അതുകൊണ്ട് ജൂൺ 25 ദുൽഹജ്ജ് 29 ജൂൺ 25 ദുൽഹജ്ജ് 29 അന്ന് മാനത്ത് 8 മിനിറ്റ് ചന്ദ്രനുണ്ട് എന്നാണ് കണക്ക്. ആ കണക്ക് തെറ്റൂല. ആ കണക്കനുസരിച്ച് മുഹറം 1 തീർച്ചയായിട്ടും മുഹറം 9, 10 ഇന്ന് വെള്ളി, നാളെ മുഹറം 10 ശനി, കാൽക്കുലേഷൻ നടത്താവുന്നതാണ്. 8 മിനിറ്റ് ദുൽഹജ്ജ് 29 മാനത്തുണ്ട് എങ്കിൽ അന്ന് അതിന്റെ പിറ്റേന്ന് മുതൽ മുഹറം 1 കണക്കാക്കി കഴിഞ്ഞാൽ ഇന്ന് വെള്ളിയാഴ്ച മുഹറം 9, മുഹറം 10 ആഷുറ നോമ്പ് അനുഷ്ഠിക്കാം നാളെ ശനിയാഴ്ച. അപ്പൊ അത് കണക്കിൽ തെറ്റില്ല. ബാക്കിയുള്ളതൊക്കെ അതിൻ്റെ ഒരു ഇജ്തിഹാദിയായ വിഷയം എന്ന നിലക്ക് നിങ്ങൾക്ക് കണക്കാക്കാം. പക്ഷേ ഈ കണക്ക് പ്രകാരം നോമ്പ് അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അതിന് യാതൊരു പ്രയാസവും ഉണ്ടാവുകയില്ല. ഇനി കണ്ടതിനും ലോകത്ത് ഒരു ചന്ദ്രനാണുള്ളത്, ഈ ഡേറ്റ് അനുസരിച്ച് കണ്ടതുണ്ട്. അപ്പൊ ഞാൻ സുന്നത്ത് നിലനിർത്താൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പണ്ടത്തെ പോലെ എല്ലായിടത്തും കാണേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇന്ന് ഏത് രാജ്യത്ത് കണ്ടു കഴിഞ്ഞാലും മൈക്രോ സെക്കൻഡ്, സെക്കൻഡ് അല്ല,
മൈക്രോ സെക്കൻഡിനകം വിവര കൈമാറ്റം നൽകപ്പെടുന്ന ഒരു കാലവും ലോകവും ഒക്കെയാണ്. ആ വിഷയം ആ രൂപത്തിൽ മനസ്സിലാക്കണം. ഇനിയോ എന്തിനാണ് ഈ നോമ്പനുഷ്ഠിക്കുന്നത്? നോമ്പനുഷ്ഠിക്കുന്നത് അത് സുന്നത്ത് നോമ്പ് കൂടിയാണ്, മനസ്സിലാക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പ്രബലമായ സുന്നത്ത് നോമ്പാണ്. ഇനി ആ സുന്നത്ത് നോമ്പിന്റെ വിഷയത്തിൽ ചർച്ച നടത്തി ഇസ്ലാമിക ഉമ്മത്തിൽ ഛിദ്രതയും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രയാസങ്ങളും പ്രശ്നങ്ങളും അനാവശ്യമായ വാക്കുകളും ഒക്കെയായി കുഫറും അതേപോലെ നിഷേധവും കാര്യങ്ങളും ഒക്കെയായി പറഞ്ഞ് ആ രൂപത്തിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇസ്ലാമിക ഉമ്മത്തിന്റെ ഐക്യവും വിശ്വാസികൾ തമ്മിലുള്ള സാഹോദര്യവും നല്ല സംസാരവും ഒക്കെ പ്രമാണങ്ങളിൽ നിന്ന് നിർബന്ധമാണ്. അത് നിർബന്ധമാണ്. നിങ്ങൾ നല്ല വാക്ക് സംസാരിക്കണം, മാന്യമായി ഇടപെടണം, നല്ലതേ പറയാൻ പാടുള്ളൂ, ഛിദ്രത ഉണ്ടാക്കാൻ പാടില്ല. ഇതൊക്കെ കണിശമായ കൽപ്പനയാണ്. അവർ സുന്നത്ത് ചർച്ച ചെയ്തുകൊണ്ട് നിർബന്ധമായ കാര്യങ്ങൾ നഷ്ടപ്പെടുത്തി തസ്ഗിയത്തില്ലാത്ത നിലവാരമില്ലാത്ത തലത്തിലേക്ക് ഒരിക്കലും ഈ വിഷയത്തെ കൊണ്ടുപോകാൻ പാടില്ല. കാരണം ഒരു വലിയ പ്രവാചകൻ 130-ലധികം സ്ഥലത്ത് വിശുദ്ധ ഖുർആൻ പരാമർശിച്ച മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം ഓർമ്മിക്കപ്പെടുന്ന സമയമാണ് ഈ മുഹറം 10 എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പ് നോറ്റത്. ആ ചരിത്രത്തിൽ നിന്നുള്ള പാഠം പഠിക്കേണ്ട സമയമാണ് ഇസ്ലാമിക ഉമ്മത്ത് ഈ പുതിയ കാലത്ത്. കാരണം പല വിഷയങ്ങളിലും അതിജീവനം ഒന്നുമല്ലാതെ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് പ്രതീക്ഷയുണ്ടോ ഒരു പുതുവർഷത്തിലെ പ്രഥമ മാസത്തിൽ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന അറിയിപ്പാണ് ആത്മീയമായി ചരിത്രപരമായി പ്രാമാണികമായി മുഹറം മാസത്തിലെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചരിത്രം നമ്മെ അറിയിക്കുന്നത്. അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖാല ഖദിമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീന, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തേക്ക് എത്തി. ഫറഅൽ യഹൂദ, യഹൂദന്മാരെ ജൂതന്മാരെ കണ്ടു. തസൂമു യൗമ ആശുറ, അവർ മുഹറം 10 ആശുറ ഇന്ന് നോമ്പനുഷ്ഠിക്കുകയാണ്. ഫഖാല, പ്രവാചകൻ ചോദിച്ചു, മാ ഹാദാ, ഇതെന്താ? ഖാലു, അവർ പറഞ്ഞു, ഹാദാ യൗമുൻ സാലിഹ്, ഇതൊരു നല്ല ദിവസമാണ്. ഇതൊരു പവിത്ര മാസത്തിലെ നല്ല ദിവസം. ആര്? ജൂതന്മാരായ ആളുകൾ പോലും പറയുന്നത് നല്ല ദിവസമാണ്. എന്നാൽ മുസ്ലിം സമൂഹത്തിൽ ഈ മാസവുമായി ബന്ധപ്പെടുത്തിയുള്ള ചർച്ചകളിൽ അനാചാരത്തിന്റെ അന്ധവിശ്വാസത്തിന്റെ ചൂഷണത്തിന്റെ മറ്റു ഭാഗങ്ങൾ കൂടിയുണ്ട്. ഈ മാസം നെഹ്സായിട്ട് ദുശകുനമാക്കി കണക്കാക്കുന്ന ആളുകളുണ്ട്. പ്രത്യേകിച്ച് ഈ മാസത്തിലെ ആദ്യത്തെ 10 ദിനങ്ങൾ കട തുറക്കാൻ കഴിയില്ല, പുതിയൊരു ഷോപ്പിന്റെ ഉദ്ഘാടനം പറ്റൂല, നിക്കാഹ് പറ്റൂല, കല്യാണം വേണ്ട, പുതിയ വാഹനം എടുക്കണ്ട, ദീർഘയാത്രകളൊക്കെ ഒഴിവാക്കുക, ഹൗസ് വാമിംഗ് ഒക്കെ മാറ്റിവെക്കാം എന്ന രൂപത്തിൽ ഈ പുതിയ കാലത്ത് പോലും, ഈ ആധുനിക കാലത്ത് പ്രത്യേക ദിവസത്തെ മാസത്തെ നോക്കിക്കൊണ്ട് അതിലൊക്കെ പ്രശ്നമുണ്ട്, നെഹ്സുണ്ട് എന്ന് പറയാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ അദ്വ വലാ തിറത വലാ ഹാമത, പക്ഷി ലക്ഷണം നോക്കുക, ദുശകുനം, കൂമ, മൂങ്ങൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവലക്ഷണവും അശുഭവും കാണിക്കുന്ന പതിവ് ഒരിക്കലും ഇസ്ലാമിലില്ല. അങ്ങനെ ഒരു ദിവസത്തിന് ഒരിക്കലും പടച്ച റബ്ബോ റസൂലോ അവലക്ഷണമാക്കി കണക്കാക്കിയിട്ടില്ല. ചില ആളുകൾക്ക് 13 നമ്പർ പേടിയാണ്. വലിയ 6-ാം നൂറ്റാണ്ട് 21-ാം നൂറ്റാണ്ടൊക്കെ താരതമ്യം ചെയ്യുന്ന ആളുകൾക്കടക്കം അല്ലേ, റോക്കറ്റ് ബഹിരാകാശത്തേക്ക് വിക്ഷേപിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് പല ശേഷക്രിയകളും നടത്തിയതിനു ശേഷമാണ് എന്ത് ചെയ്യല്, ശാസ്ത്ര ലോകത്ത് റോക്കറ്റ് വിക്ഷേപിക്കൽ. ശാസ്ത്രമേള ഉദ്ഘാടനം ചെയ്യാനുള്ള ദിവസം പോലും നോക്കല് ചൊവ്വ മാറ്റിവെച്ചു. സ്കൂൾ തുറക്കുമ്പോൾ ജൂൺ 1 ചൊവ്വയാണെങ്കിൽ മാറ്റിവെച്ചിട്ടുണ്ട്. ഈ പുരോഗമന സാക്ഷര സമ്പന്ന പ്രത്യയശാസ്ത്ര പരിസംഘങ്ങളിൽ പലതും പരിലസിക്കുന്ന ഈ കൊച്ചു കേരളത്തിൽ പോലും നടന്നതിന്റെ ഫ്ലാഷ് ബാക്കും ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ അല്ലേ. പക്ഷേ ഇസ്ലാം ഒരു ദിവസത്തിനും ഒരു മാസത്തിനും പ്രത്യേകമായിട്ട് അപലക്ഷണം അശുഭലക്ഷണം ഒന്നും നടത്തിയിട്ടില്ല. പിന്നെ ആരാ ഇതൊക്കെ കൊണ്ടുവന്നത്? ഇത് ഷിയായിസത്തിന്റെ മറവിൽ ജൂതന്മാരിൽ നിന്ന് ഷിയാക്കളിൽ നിന്നാണ് അഹ്ലുസുന്നയിലേക്ക് ഇതൊക്കെ വന്നിട്ടുള്ളത്. കേരളത്തിലേക്കൊക്കെ ബോംബെയിൽ നിന്ന് മുഹമ്മദ് ഷാ എന്ന് പറയുന്ന ഒരു ഷിയാ വിശ്വാസിയായ മനുഷ്യൻ വന്നു. അദ്ദേഹത്തിന് ഔലിയായിന്റെ പരിവേഷം കൊടുത്തു. അങ്ങനെയാണ് കൊണ്ടോട്ടിത്തങ്ങളും കൊണ്ടോട്ടി നേർച്ചയും. പൊന്നാനിക്കയ്യും കൊണ്ടോട്ടി കയ്യുമായിരുന്നു. പൊന്നാനിക്കയ്യ് മഖ്ദൂമിമാർ അഹ്ലുസുന്നയോട് അടുത്ത് നിൽക്കുന്നവരായിരുന്നു. എന്നാൽ കൊണ്ടോട്ടി തങ്ങന്മാർ ഈ മുഹമ്മദ് ഷാ വലിയുള്ളാഹിയുടെ കെയർ ഓഫിൽ ഷിയായിസം പ്രചരിപ്പിക്കുന്നവരായിരുന്നു. അവരാണ് ഖബറാരാധന കൊടുന്നത്. റാത്തീബും കുത്താറാത്തീബും ഈ ഷിയാക്കൾ മുഹറം 10 നടത്തുന്ന ആത്മപീഡയും ഒക്കെയായിട്ട്. കാരണം ഹിജറ 61 കർബലയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടി ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടതിന്റെ പേരിൽ അത് മുഹറം 10 നടന്നത്. സങ്കടകരമാണ്. പക്ഷേ അതിന്റെ പേരിൽ ആ സംഭവം നടന്നു എന്നതിന്റെ പേരിൽ മുഹറം 10 പിന്നീട് അങ്ങോട്ടുള്ള ഹിജറ വർഷങ്ങളിലെ മുഹറം മാസത്തിനോ ഏതെങ്കിലും തരത്തിലുള്ള അശുഭ ലക്ഷണം ഉണ്ടോ? ഇല്ല, അങ്ങനെയില്ല. കാരണം ഇസ്ലാമിക ലോകത്ത് ഖലീഫമാര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. ആ ദിവസമോ മാസമോ നെഹ്സാക്കിയിട്ടുണ്ടോ?
ഉമർ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടിരിക്കുകയാണ്, ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടിട്ടുണ്ട്, അലി റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടിട്ടുണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യപുത്രൻ ഹംസ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതിലൊന്നും അശുഭലക്ഷണം കാണാത്തവർ പ്രവാചകന്റെ പേരക്കുട്ടി ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടതിലെ പ്രത്യേകം കാണുമ്പോ അത് ഷിയായിസാണ് അല്ലേ? അത് അഹ്ലുസുന്നയിൽ ഛിദ്രത ഉണ്ടാക്കി. 4 ഖലീഫമാർക്ക് ശേഷം ഇസ്ലാമിക ലോകം ഷിയഈ അഹ്ലുസുന്ന എന്നതിലേക്ക് വിഭജിക്കപ്പെട്ടതിൽ അതിൽ ഷിയാക്കൾ വിശ്വാസ രംഗത്ത് പല പ്രശ്നങ്ങളുണ്ടാക്കി, അനാചാരങ്ങൾ ഉണ്ടാക്കി, അന്ധവിശ്വാസങ്ങൾ ഉണ്ടാക്കി. ഇതേപോലെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇസ്ലാമിക സമൂഹത്തിനടക്കുണ്ടാക്കി. അതിൽപ്പെട്ടതാണ് ഈ മാസത്തെ നെഹ്സായി കണക്കാക്കുക എന്ന് പറയുന്നത്. അതൊരിക്കലും ഇസ്ലാമിക പ്രമാണങ്ങളോട് യോജിച്ചതല്ല. മറിച്ച് പ്രവാചകൻ ഈ മാസത്തിൽ നിർവഹിച്ചത് എന്താ? പവിത്ര മാസമാണെന്ന് പറയാം. നല്ല കർമ്മങ്ങളൊക്കെ ചെയ്യണം, അതിൽ നോമ്പനുഷ്ഠിക്കണം. കാരണം സന്തോഷത്തോടെ, അതാ ജൂതന്മാർ പറഞ്ഞത് ഖാലു ഹാദാ യൗമുൻ സാലിഹ്, ഇത് സ്വാലിഹായ ദിനമാകുന്നു എന്ന്. ഹാദാ യൗമുൻ നജ്ജല്ലാഹു ബനി ഇസ്രായീല മിൻ അദുവ്വിഹിം, ബനൂ ഇസ്രായേൽ സമൂഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുത്തി, അഥവാ ഫിർഔനിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ദിവസമാണ്. ഫസാമഹു മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരുടെ വിമോചകനും നേതാവുമായിരുന്നു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നോമ്പനുഷ്ഠിച്ചു. ഖാല, എന്നിട്ട് ആ പ്രവാചകൻ പറഞ്ഞത് ഫഅനാ ഹഖ്ഖു ബിമൂസാ മിൻകും, ഞാനാണ് നിങ്ങളെക്കാൾ കൂടുതൽ ആദർശപരമായി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് അടുത്ത് നിൽക്കുന്നത്. നിങ്ങളൊക്കെ ഇസ്രായേലികളാണ്, ജൂതന്മാരാണ്, മൂസാ നബിയുടെ അനുയായികളാണ് എന്ന് പറയുക എന്നല്ലാതെ ശിർക്കും അനാചാരങ്ങളും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ച ആദർശത്തിന് വിരുദ്ധമായ പലതും നിങ്ങൾ ചേർത്തിയിട്ടുണ്ട്. എന്നാൽ ഫഅന അഹഖു ബിമൂസാ മിൻകും, നിങ്ങളിൽ നിന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് എല്ലാ നിലക്കും യോജിച്ച് നിൽക്കുന്നത് ഞാനാണ്. അതുകൊണ്ട് ഫസാമഹു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പനുഷ്ഠിച്ചു. വഅമറ ബിസിയാമിഹി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റുള്ളവരോട് നോമ്പ് നോൽക്കാൻ കൽപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ട് പ്രബലമായ സുന്നത്താണ് നാളെ മുഹറം 10 നോമ്പ് എടുക്കണം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അനുഷ്ഠിച്ച നോമ്പ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുഷ്ഠിച്ച നോമ്പ്, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തിയിട്ടുള്ള ദിനം കൂടിയാണ് എന്ന് മനസ്സിലാക്കുക. കാരണം ഫറോവയിൽ നിന്ന്, ഫിർഔനിൽ നിന്ന്, അഥവാ വംശീയ ഉന്മൂലനത്തിന് വേണ്ടി കോപ്റ്റിക് വംശജരായ അഥവാ അവിടുത്തെ തദ്ദേശീയർ ഫിർഔനിന്റെ നേതൃത്വത്തിൽ അവിടുത്തെ ഇസ്രായേലികളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിലേക്ക് വിമോചകനായി ആ പീഡിത സമൂഹത്തിന് അതിജീവനം നൽകിക്കൊണ്ട് നയിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മൂസാ നബി. ഇന്ന ഫിർഔന അലാ ഫിൽ അർളി, ഫിർഔൻ ഭൂമിയിൽ അഹങ്കാരം കാണിക്കുകയായിരുന്നു. വജഅല അഹ്ലഹാ ശിയഅൻ, ആ ഭൂമിയിലുള്ള പ്രദേശത്തുള്ള ഈജിപ്തിലെ ആളുകളൊക്കെ വിവിധ തട്ടുകളാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ലോകത്ത് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇത് തന്നെയാണ് പലതും പയറ്റിക്കൊണ്ടിരിക്കുന്നത്. പല രാജ്യങ്ങളിലും പല പ്രദേശങ്ങളിലും അവരവരുടേതായ അധികാരം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഇക്കാലത്തും ഭരണാധികാരികൾ നിർവഹിച്ചു കൊണ്ടിരുന്നത് ഫിർഔൻ നിർവഹിച്ചതായി വിശുദ്ധ ഖുർആനിലെ 28-ാം അധ്യായം സൂറത്തുൽ ഖസസിലെ 4, 5, 6 സൂക്തങ്ങളിലൂടെ അള്ളാഹ് അറിയിക്കുകയാണ്. യസ്തദഇഫു ത്വായിഫതൻ മിൻഹും, എന്നിട്ട് അതിലെ ഒരു വിഭാഗത്തെ ദുർബലമാക്കിക്കൊണ്ടിരിക്കുക. യുദബ്ബിഹു അബ്നാഅഹും, അവരുടെ മക്കളെ, ആൺകുട്ടികളെയൊക്കെ അറുകൊല ചെയ്യുക. വയസ്തഹ്യി നിസാഅഹും, അവരുടെ സ്ത്രീകളെ ജീവിക്കാൻ വിടുക. അതിന് ചെറിയൊരു മാറ്റം ഉണ്ടെന്ന് തോന്നുന്നു. ഫിർഔന് ആൺകുട്ടികളെ കൊല ചെയ്തിരുന്നു, ആണുങ്ങളെ കൊന്നിരുന്നു എന്നാണ്. ഇന്ന് സയനിസം, ട്രംപും നെതന്യാഹുവും ഒക്കെ ആ പരമ്പരക്ക് തുടർച്ചയുണ്ടാക്കിക്കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭക്ഷണത്തിന് വേണ്ടി കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളെ കൊല്ലുന്നതിന്റെ കൂടെ സ്ത്രീകളെയും വകവരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ലേ? 4-5 ആഴ്ചകൾക്കുള്ളിലായിട്ട് 600-ലധികം ആളുകളെ കൊന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇന്നലെ അടക്കം 55 ആളുകളെ കൊന്നു. ആ കൊന്നതിലാരാ? അവിടുത്തെ ഭക്ഷണ വിതരണത്തിന്റെ ഓർഗനൈസിങ് ഇപ്പൊ അമേരിക്ക ഏറ്റെടുത്തിട്ടുണ്ടെന്നാണ്. ആ വന്ന ഉദ്യോഗസ്ഥന്മാരിൽ പെട്ടവരാണ് 55 ആളുകളെ വെടിവെച്ച് കൊന്നത്, കൂടെ ഇസ്രായേൽ സൈന്യവും കൂടി. ഇതൊക്കെ എങ്ങനെയാ? അത് ഖുർആൻ പറഞ്ഞ പോലെ ആ ഫിറഔന്റെ കൂടെ ഹാമാൻ ഉണ്ടായിരുന്ന മന്ത്രിയായിട്ട്, അതേപോലെ നെതന്യാഹുവിന്റെ കൂടെ ട്രംപിന്റെ കൂടെ നെതന്യാഹു, ഒക്കെ ഏത് കാലത്തും ഇങ്ങനെയാ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോന്നിന്റെയും സംഭവം അനുസരിച്ച് ഇതിലേക്ക് ഇങ്ങനെ കഥാപാത്രങ്ങൾ മാറിക്കൊണ്ടിരിക്കും കാലത്തിനനുസരിച്ച് എന്ന് മാത്രം. വനുരീദ്, അള്ളാഹ് പറയാ, വനുരീദു
അൻ നമുന്ന അലൽ ലദീന ഇസ്തുദ്ഇഫു ഫിൽ അർള്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കാലം മുന്നോട്ട് പോകുമ്പോൾ ദുർബലരായ ആളുകളെ അല്ലാഹു അനുഗ്രഹിക്കും. വനജഅലഹും അഇമ്മതൻ, അവരിൽ നിന്ന് നേതാക്കന്മാരെ കൊണ്ടുവരും. വനജഅലഹുൽ വാരിസീൻ, എവിടേക്കാണോ ആട്ടിപ്പായിപ്പിക്കാൻ ആസൂത്രണമായി അണിയറയിൽ ഒരുങ്ങി അജണ്ടകൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ അതിനെല്ലാം തകർത്തുകൊണ്ട് ആ മണ്ണിന്റെ മക്കൾക്ക് ഭൂമി ലഭിക്കപ്പെടുന്ന അവരൊക്കെ അതിന്റെ തന്നെ അനന്തരാവകാശികളായി തീരുന്ന അനുഗ്രഹം അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു കൊടുക്കുമെന്നാണ്. അന്ന് ചെയ്തിട്ടുണ്ട്. കാരണം ഈജിപ്തിൽ നിന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കൂടെ പലായനം ചെയ്ത ആളുകൾക്ക് അല്ലാഹു ഇസ്സത്ത് നൽകി. വനുമക്കിന ലഹും ഫിൽ അർളി വനുരിയ ഫിർഔന വഹാമാന വജുനൂദഹുമാ മിൻഹും മാ കാനൂ യഹ്ദറൂൻ. എന്നിട്ട് അവര് ജീവിച്ചിരിക്കെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല തീർച്ചയായിട്ടും ഇസ്ലാമിന്റെ ഇസ്സത്ത് അന്ന് കാണിച്ചിട്ടുണ്ട്. അതിനൊക്കെ തുടർച്ചയുണ്ടാകും. പക്ഷേ അതിനിങ്ങനെ ഒരു മാസത്തിൽ, ഒരു പുതിയ വർഷത്തിൽ, ഇതിന്റെ തുടക്കത്തിൽ അതുമായി ബന്ധപ്പെട്ട ചരിത്ര ബോധ്യമുണ്ടാകണം. അള്ളാഹുവിന്റെ ആയാത്തുകൾ, അതിലെ ദൃഷ്ടാന്തങ്ങൾ വായിച്ചെടുക്കണം. ചരിത്രത്തിന്റെ പുനരാവർത്തനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇസ്ലാമിക ഉമ്മത്ത് പുതിയ കാലത്ത് ഏതൊക്കെ തരത്തിലുള്ള നിലപാടുകളും അതേപോലെ തന്നെ ചർച്ചകളിലെ വിഷയങ്ങളിൽ മുൻഗണനാക്രമവും കൊടുക്കേണ്ടത് എന്ന വകതിരിവ് കാണിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായമുണ്ടാകും. അത് അത്ഭുതകരമായി ചെങ്കടലിന്റെ മുമ്പിൽ വെച്ച് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അള്ളാഹു നൽകിയിട്ടുണ്ട്. ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്. മുമ്പിൽ കടലും പിന്നിൽ ഫിർഔനും ഉന്മൂലനത്തിന് വിധേയമാകാൻ കൊല്ലപ്പെടാനിരിക്കുകയാണ്. സംശയലേശമന്യേ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടണ്ട, ഇന്ന മഅയ റബ്ബി. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യുന്ന സമയത്ത് സൗർ ഗുഹയിൽ വെച്ച് സിദ്ദീഖുൽ അക്ബറിനോട് പ്രവാചകൻ പറഞ്ഞില്ലേ, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന, ദുഃഖിക്കണ്ട, അള്ളാഹു നമ്മുടെ കൂടെയുണ്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് അതിന്റെയും മുമ്പ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അനുയായികളോട് പറഞ്ഞത്, ഇന്ന മഅയ റബ്ബി, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, അവൻ നമുക്കൊരു വഴി കാണിച്ചു തരും. കയ്യിലുള്ള വടി കടലിലടിക്കാൻ പറയാൻ, വഴിത്താര സൃഷ്ടിക്കപ്പെടാൻ, രക്ഷപ്പെടാൻ. പിന്നാലെ വന്ന മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രതിയോഗികൾ, ക്രൂരനായ ഭരണാധികാരി ഫിർഔനും കൂട്ടരും ആ കടലിൽ മുക്കി നശിപ്പിക്കപ്പെട്ട രംഗം കൂടിയാണ് പിന്നീട് ചരിത്രത്തിൽ നിന്ന് വായിക്കാൻ കഴിയുന്നത്, ഖുർആൻ അറിയിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദർശ വ്യതിരിക്തതയുടെ നല്ല പാഠങ്ങൾ പഠിക്കാനും പ്രാവർത്തികമാക്കുവാനും ഇസ്ലാമിക ഉമ്മത്തിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ഇലൽ ഇസ്ലാം വസല്ലല്ലാഹു അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസി വിശ്വാസിനികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ഏറെ ഇഷ്ടത്തോടെ, അതിന്റെ ഗൗരവത്തോടെ, ഐഹിക ക്ഷേമവും പരലോകമോക്ഷവും ആഗ്രഹിച്ചുകൊണ്ട് യഥാവിധി പാലിക്കുന്ന, പ്രാവർത്തികമാക്കുന്ന ധർമ്മനിഷ്ഠരായ മുസ്ലിമീങ്ങളിൽ ഉൾപ്പെടുക അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രത്തിൽ നിന്ന് വിശുദ്ധ ഖുർആനിലെ 10-ാം അധ്യായം സൂറത്ത് യൂനിസിലെ 92-ാം സൂക്തമുണ്ട്. അഥവാ കടലിൽ മുക്കി നശിപ്പിക്കപ്പെട്ട ഫറോവ അല്ലെങ്കിൽ റാംസസ് II, ആ ഫറോവയുടെ ജഡം, മൃതദേഹം ഇന്നും ഈജിപ്തിലെ മ്യൂസിയത്തിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല യൂനിസിലെ 92-ാമത്തെ ആയത്തിൽ ഫൽയൗമ നുനജ്ജീക ബിബദനിക ലിതകൂന ലിമൻ ഖൽഫക ആയ വഇന്ന കസീറൻ മിനൻ നാസി അൻ ആയാതിനാ ലഗാഫിലൂൻ. ഫൽയൗമ, ഇന്നേ ദിവസം, നുനജ്ജീക ബിബദനിക, നിന്റെ ശരീരത്തെ നാം രക്ഷപ്പെടുത്തിയെടുക്കും, സൂക്ഷിക്കുന്ന അവസ്ഥയിലാക്കും. ലിതകൂന ലിമൻ ഖൽഫക ആയ, പിന്നാലെ വരുന്ന ആളുകൾക്ക്, അത് ഏകാധിപതികളാകട്ടെ, ധിക്കരിക്കുന്നവരാകട്ടെ, അക്രമം കാണിക്കുന്നവരാകട്ടെ, ആരാകട്ടെ, എവിടെയാകട്ടെ, അവർക്കൊക്കെ ഒരു പാഠമെന്നോണം, ഒരു ദൃഷ്ടാന്തമെന്നോണം. വഇന്ന കസീറൻ മിനൻ നാസി, എന്നാൽ ജനങ്ങളിൽ അധിക പേരും വിചാരിക്കുകയാണ്, ഞങ്ങൾക്ക് ഈ അധികാരഗർവിൽ അനശ്വരതയുണ്ട്, എല്ലാം ഞങ്ങളുടെ കൈപ്പിടിയിലാണ് എന്ന് വിചാരിക്കുന്ന ആളുകൾക്കൊക്കെ തീർച്ചയായിട്ടും പാഠവും ദൃഷ്ടാന്തവുമാണ്. പക്ഷെ ആയാത്തിന ലഗാഫിലൂൻ, മിക്ക ആളുകളും അശ്രദ്ധരാണ് എന്നാണ്. മിക്ക ആളുകളും അശ്രദ്ധരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിർഔന്റെ ജഡം സംരക്ഷിച്ചിരിക്കുകയാണ്. അതൊരു ദൃഷ്ടാന്തമായിട്ട് 1920 ഫ്രാൻസിൽ ഒരു ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ച ഡോക്ടർ മോറിസ് ബുഖായി
കിങ് ഫൈസൽ, സൗദി രാജാവായിരുന്ന ഭരണാധികാരിയായിരുന്ന കിങ് ഫൈസലിന്റെ കുടുംബ ഡോക്ടറായിട്ട് സൗദിയിൽ എത്തുന്നുണ്ട് 1973. അതിനിടയ്ക്ക് അദ്ദേഹം വിശുദ്ധ ഖുർആനിന്റെ ഫ്രഞ്ച് പരിഭാഷയൊക്കെ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നു. പക്ഷേ കൂടുതൽ ഇസ്ലാമിക വിജ്ഞാനം പഠിക്കാൻ അറബി ഭാഷ കൃത്യമായി അറിയലാണ്, അത് പഠിച്ച് ഇസ്ലാമിക വിജ്ഞാനങ്ങൾ അറിയലാണ് നല്ലത് എന്ന നിലക്ക് യമനിലും ഈജിപ്തിലും സൗദിയിലുമൊക്കെയായി 10 വർഷം ഇതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾക്ക് വേണ്ടി കഴിച്ചുകൂട്ടി. അതിനിടയ്ക്ക് ഈജിപ്ഷ്യൻ ഗവൺമെന്റ് ഈ ഫറോവയുടെ റാംസസ് രണ്ടാമന്റെ മൃതദേഹം അതിന്റെ ആവരണം നീക്കി തുറന്നു നോക്കുവാനുള്ള അവസരം കൊടുത്തു. അദ്ദേഹം റിസർച്ച് നടത്തി. അദ്ദേഹം സയന്റിസ്റ്റാണ്, ഡോക്ടറാണ്, എഴുത്തുകാരനാണ്. അങ്ങനെ ആ റിസർച്ച് നടത്തി ആ ബോഡിയെ പരിശോധിച്ച് അവസാനം അദ്ദേഹം രേഖപ്പെടുത്തി മുങ്ങിയ മരണമാണ് എന്ന്. ഈ പുതിയ കാലത്ത് അഥവാ റാംസസ് രണ്ടാമൻ ഫിർഔൻ മരിച്ചിട്ടുള്ളത് മുങ്ങിയ മരണത്തിലാണ് എന്ന്. പിന്നീട് അദ്ദേഹം സൗദിയിലെ ഒരു മെഡിക്കൽ കോൺഫറൻസിൽ ഈ വിഷയം അങ്ങനെ സംസാരിക്കുമ്പോൾ വേദിയിൽ നിന്ന് ഒരു ഡോക്ടർ വിശുദ്ധ ഖുർആനിലെ 10-ാം അധ്യായം സൂറത്ത് യൂനിസിലെ ഈ ഓതി വെച്ച ആയത്ത് പാരായണം ചെയ്യാൻ ഡോക്ടർ എന്ന് പറഞ്ഞുകൊണ്ട് ആ പറയുന്നത് വിശുദ്ധ ഖുർആനിലുണ്ട്. ഫൽയൗമ നുനജ്ജീക ബിബദനിക ലിതകൂന ലിമൻ ഖൽഫക എന്ന ആയത്ത് ഓതിയപ്പോ അദ്ദേഹത്തിന്റെ മനസ്സ്, അഥവാ മോറിസ് ബുക്ക് അദ്ദേഹത്തിന്റെ അനുഭവം പറയാം, അദ്ദേഹത്തിന്റെ കണ്ണുകൾ ഈറനണിഞ്ഞു. അഥവാ ഇസ്ലാമിന്റെ ഹിദായത്തിന് വേണ്ടി മനസ്സ് വെമ്പൽ കൊണ്ടു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിനെ പുൽകി. കാരണം ഇത് മുഹമ്മദിന്റെ രചനയല്ല, വിശുദ്ധ ഖുർആൻ, ഹോളി ഖുർആൻ, ഇത് ദൈവീക പ്രവർത്തനങ്ങളാണ് എന്ന് അദ്ദേഹം പഠിച്ച് മനസ്സിലാക്കി ഈ ആയത്തിന്റെ പ്രതലത്തിൽ നിന്നുകൊണ്ട് ഇസ്ലാമിക് ആശ്ലേഷണം നടത്തി. അതിന്റെ കൂടെ പിന്നീട് അദ്ദേഹം വിശുദ്ധ ഖുർആനും ദ ബൈബിൾ ദ ഖുർആൻ ആൻഡ് സയൻസ് എന്ന ഗ്രന്ഥരചന 1977 ദ ഖുർആൻ ആൻഡ് മോഡേൺ സയൻസ് എന്ന് പറയുന്ന മറ്റൊരു ഗ്രന്ഥം കൂടി രചിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെയുള്ള ചരിത്രമൊക്കെ ചർച്ച ചെയ്യുമ്പോൾ അത് ഈ ആധുനിക ഈ മോഡേൺ ഏജിൽ നിന്നുകൊണ്ട് ആ ചരിത്രത്തിൽ നിന്ന്, അതിന്റെ പരിസരത്ത് നിന്ന് ഹിദായത്തിന്റെ വെളിച്ചം നുകർന്ന് അത് പകർന്നുകൊണ്ടിരിക്കുന്ന ആലോചന കൂടി നടത്തണം. എന്നിട്ട് ആ ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ പഠനത്തിൽ, നമ്മുടെ ചിന്തയിൽ, നമ്മുടെ ആലോചനകളിൽ നമുക്ക് ജീവിതത്തിന്റെ വഴിയും വെളിച്ചവുമായി തീരുന്ന വിഷയത്തിൽ എത്രത്തോളം ഉണ്ട് എന്ന ഉറ്റാലോചനയിലേക്ക് നയിക്കണം. ചരിത്രവും സാഹിത്യവും ശാസ്ത്രവും ജീവിത വഴിയും ധർമ്മവും ധാർമ്മികതയും ഒക്കെ കൃത്യമായി വരച്ചു കാണിക്കുന്ന വിശുദ്ധ ഖുർആനിലേക്കുള്ള മടക്കവും ആ മടങ്ങുന്നതിന്റെ സ്ഥിരതയും നിലനിൽപ്പും അതിന്റെ ആവർത്തനവും ഒക്കെ നടത്തേണ്ട കാലമാണ്. പല വിവാദങ്ങൾ ഉണ്ടാകുമ്പോഴും വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാത്തി വൽ അശി, പ്രഭാതത്തിലും പ്രദോഷത്തിലും പടച്ച റബ്ബിനെ ആരാധിക്കുന്ന, സന്മാർഗം നഷ്ടപ്പെടാത്ത, ഖുർആനിന്റെ വെളിച്ചത്തിൽ ജീവിക്കുന്ന പക്വതയുള്ള വിവേകമുള്ള ഒരു ഉമ്മത്തിന്റെ കൂടെ നിലനിൽക്കാൻ സാധിക്കണമെങ്കിൽ ആ വെളിച്ചം എന്താണ് എന്ന് അറിയണം. അതിന് ആയത്തുകളിലൂടെ കടന്നു പോകണം. ഈ കടന്നുപോയതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിവ് നൽകുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിന്റെ ആശയ പ്രപഞ്ചത്തിലേക്ക് പ്രവേശിക്കുവാനും ഹിദായത്തിന്റെ വെളിച്ചം കൂടുതൽ അതിന് പകിട്ട് വർദ്ധിപ്പിച്ചെടുക്കുവാനും സന്നദ്ധത കാണിക്കുന്ന അനുഗ്രഹീതരിൽ അള്ളാഹു നമ്മെ ചേർക്കുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങളുടെ എല്ലാ കർമ്മങ്ങളും നീ സ്വാലിഹായ സൽക്കർമ്മമായി ഖബൂൽ ചെയ്യണമേ നാഥ.